ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഷോപ്പിഫൈയിലേക്ക് നമ്മുടെ ഡൊമൈൻ കണക്ട് ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾ ഒരു പക്ഷേ ഷോപ്പിഫൈ മുഖാന്തരം ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതല്ല, പല ആളുകളും ഗോഡാഡി അതേപോലെ തന്നെ ഹോസ്റ്റേഞ്ചർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നായിരിക്കും ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡൊമൈനെ എങ്ങനെ നമുക്ക് ഷോപ്പിഫൈയുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഐ ആം സയ്യിദ് മുബാറക് CJ. വെൽക്കം ടു മൈ ചാനൽ. ഡൊമൈൻ ഷോപ്പിഫൈയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹോസ്റ്റേഞ്ചർ അക്കൗണ്ടിൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഷോപ്പിഫൈയിലെ ഡാഷ്ബോർഡും ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഷോപ്പിഫൈയിൽ വന്നിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇടത് സൈഡിൽ കാണുന്ന സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണാൻ പറ്റും ഡൊമൈൻസ് എന്നുള്ളത്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബൈ ന്യൂ ഡൊമൈൻ, അതേപോലെ തന്നെ കണക്റ്റിംഗ് X16 ഡൊമൈൻ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ കണക്റ്റ് X16 ഡൊമൈൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. ബൈ ന്യൂ ഡൊമൈൻ എന്ന് പറയുന്നത് നിങ്ങൾ ഷോപ്പിഫൈ മുഖാന്തരം ഡൊമൈൻ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബൈ ന്യൂ ഡൊമൈൻ എന്നുള്ളത് ചൂസ് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് വേണ്ട ഡൊമൈൻ നെയിം എന്താണോ അത് അവിടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഹോസ്റ്റേഞ്ചറിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡൊമൈൻ എങ്ങനെ നമുക്ക് ഷോപ്പിഫൈയിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാനിതിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കണക്ട് X16 ഡൊമൈൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഞാൻ ഹോസ്റ്റേഞ്ചറിൽ വന്നിട്ട് നമ്മുടെ ഡൊമൈൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താലും മതി. ശേഷം ഞാനിവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ആഡ് ദ ന്യൂ DNS റെക്കോർഡ്സ് എന്നുള്ളത് കാണാൻ പറ്റും. ഈ ഒരു റെക്കോർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഡൊമൈൻ പ്രൊവൈഡർ ആരാണോ, നിങ്ങൾ ഗോഡാഡി ആണെങ്കിൽ ഗോഡാഡി, അതല്ല ഹോസ്റ്റേഞ്ചർ ആണെങ്കിൽ ഹോസ്റ്റേഞ്ചറിൽ വന്നിട്ട് നിങ്ങൾക്ക് ആഡ് DNS റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് ഓരോ റെക്കോർഡായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മാനേജ് DNS റെക്കോർഡ്സ് എന്നുള്ളത്. ഇവിടെ ഞാൻ CNAME എന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് താഴെ ഒരുപാട് റെക്കോർഡ്സ് കാണാം, അത് ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യാം. ഞാനിവിടെ CNAME റെക്കോർഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് www എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഈ ഒരു അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്തു. എന്നിട്ട് ആഡ് റെക്കോർഡ്സ് കൊടുത്തു. വീണ്ടും അതേപോലെ തന്നെ നെക്സ്റ്റ് ടൈപ്പ് ഏതാണെന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ടൈപ്പ് A ആണുള്ളത്, നെയിം എന്നുള്ള @ കൊടുത്തു. പിന്നെ ഒരു IP അഡ്രസ്സ് ഇവിടെ ആഡ് ചെയ്തു, ആഡ് റെക്കോർഡ് ആഡ് ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോപ്പിഫൈ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണാൻ പറ്റും അപ്ഡേറ്റഡ് DNS റെക്കോർഡ്സ് എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവർ പറയും കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഒരുപക്ഷെ ഒരു 24 hours മാക്സിമം എടുക്കും. ചില കേസുകൾ പെട്ടെന്ന് തന്നെ ക്ലിയർ ആവും. അപ്പോൾ അതിനുള്ള സമയം നിങ്ങൾ കൊടുക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ചേഞ്ച് ഡൊമൈൻ ടൈപ്പ് എന്നുള്ളതാണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൈമറി ഡൊമൈൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചേഞ്ച് ഡൊമൈൻ ടൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും നമ്മളുടെ ഡൊമൈൻ നെയിം ലൈവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ഡൊമൈൻ അഡ്രസ്സിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോപ്പിഫൈ സ്റ്റോർ അതിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ്, വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.